ഹലോ, നമസ്കാരം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക പ്ലീസ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ വിഷയം സുഖം എങ്ങനെ അനുഭവിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സന്തോഷകരമായ അവസ്ഥ. ഇതിന് ആരോഗ്യകരമായ അവസ്ഥ എന്നും അർത്ഥമുണ്ട്. എന്താണ് സുഖം എന്ന് നോക്കാം. ജീവനുള്ള ശരീരത്തിൽ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അനുകൂല വേദനീയത്തിനെ പോസിറ്റീവ് എമോഷൻസ് സുഖമെന്നും പ്രതികൂല വേദനീയത്തിനെ നെഗറ്റീവ് എമോഷൻസ് ദുഃഖം എന്നും പറയുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളുടെ ശരീരത്തിൽ സോഫ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അനുകൂല വേദനീയത്തിനെ സുഖമെന്ന് പറയുന്നു. സോഫ്റ്റ് ടച്ചിന് പകരം ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രതികൂല വേദനീയത്തിനെ ദുഃഖമെന്നാണ് പറയുക. സുഖദുഃഖങ്ങൾ വ്യത്യസ്ത ആളുകളിൽ വ്യത്യസ്തമായിട്ടാണ് അനുഭവപ്പെടുക. ഉദാഹരണത്തിന്, തറയിൽ ബെഡ്ഷീറ്റ് വിരിച്ച് കിടക്കുന്നതാണ് ഒരാൾക്ക് സുഖമെങ്കിൽ മറ്റൊരാൾക്ക് സോഫ്റ്റായ ഫോംവെട്ടിൽ കിടക്കുന്നതാണ് സുഖം. ഒരാൾക്ക് മദ്യപിക്കുന്നതാണ് സുഖമെങ്കിൽ മറ്റൊരാൾക്ക് കാപ്പി കുടിക്കുന്നതിലാണ് സുഖം കണ്ടെത്തുക. ഇത് നൈമിഷികമായ സുഖത്തെ സംബന്ധിച്ചാണ്. യഥാർത്ഥ സുഖം ലഭിക്കണമെങ്കിൽ നമ്മൾ ധർമ്മിഷ്ഠരാകണം. സുഖം ച ഇന്ന വിനാ ധർമ്മ തസ്മാത് ധർമ്മപരോ ഭവേത്. ധർമ്മമില്ലാതെ സുഖമില്ല, അതുകൊണ്ട് എല്ലാവരും ധർമ്മപാലകരായിരിപ്പീൻ. എന്താണ് ധർമ്മം? ധർമ്മം കർമ്മയേവച, ധർമ്മം കർമ്മമാണെന്ന് പറയുന്നു. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ തൊഴിൽ സംബന്ധമായ കർമ്മങ്ങളോടൊപ്പം കുടുംബ അവസ്ഥയനുസരിച്ചുള്ള കർത്തവ്യ നിർവഹണം ചെയ്യേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളോടുള്ള കടപ്പാട്, അവർ മരിച്ചു പോയാൽ പിതൃക്കളോടുള്ള കടപ്പാട്, ഭാര്യയോടും കുട്ടികളോടും സഹോദരങ്ങളോടും സുഹൃത്തുക്കളോടുമുള്ള കടപ്പാട്, താൻ ജീവിക്കുന്ന സമൂഹത്തോടും രാജ്യത്തോടും ഒരു നല്ല പൗരനെന്ന നിലയിലുള്ള കർത്തവ്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഈ കർമ്മങ്ങളോടൊപ്പം നീതി പരിപാലനവും അനിവാര്യമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉദ്ബോധിപ്പിക്കുന്നത് ശ്രദ്ധിക്കൂ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത് ധർമ്മസംസ്ഥാപനാർത്ഥം ച സംഭവാമി യുഗേ യുഗേ. ഈ പശ്ചാത്തലത്തിൽ ധർമ്മം എന്ന് വച്ചാൽ സദാചാര മര്യാദകളുടെ പരിപാലനവും ചുമതലകളും ഉത്തരവാദിത്വ നിർവഹണവുമാണെന്ന് കരുതേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആയുർവേദ ശാസ്ത്രകാരന്മാർ സദ്വൃത്ത പഠനത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത്. സദാചാര മര്യാദകളുടെ പരിപാലനത്തോടൊപ്പം ചുമതലകളും ഉത്തരവാദിത്വവും നിർവഹിക്കുമ്പോഴാണ് യഥാർത്ഥ സുഖം ലഭിക്കുന്നത്. സോ ഡു പ്രാക്ടീസ് ആയുർവേദ എത്തിക്സ് ആൻഡ് പെർഫോം യുവർ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നന്ദി, നമസ്കാരം.